മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ കരിവെള്ളൂരിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീയുടെ കൊലപാതകത്തിൽ ഭർത്താവിന് ജീവപര്യന്തം ശിക്ഷ. ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷാണ് കേസിലെ പ്രതി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. കണ്ണൂർ കരിവെള്ളൂരിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീയുടെ കൊലപാതകത്തിൽ വിധിയുണ്ടായിരിക്കുന്നു. ഭർത്താവിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷാണ് കേസിലെ പ്രതി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നിലവിൽ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിഖിലുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? ശ്യാമിലി, ഏതായാലും അത്യപൂർവമായ ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഈ ദിവ്യശ്രീ കൊലപാതക കേസിൽ തലശ്ശേരി കോടതി വിധിച്ചിരിക്കുന്നത്. 3 ജീവപര്യന്തമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. അതിലൊന്ന് ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയതിലാണ്, മറ്റൊന്ന് ദിവ്യശ്രീയുടെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്, മറ്റൊന്ന് കൊലപാതകത്തിന് വേണ്ടി വീട്ടിൽ അതിക്രമിച്ച് കയറി. ഈ 3 കുറ്റങ്ങൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് തലശ്ശേരി കോടതി വിധിച്ചിരിക്കുന്നത്. സാധാരണ ഇരട്ട ജീവപര്യന്തമൊക്കെ വിധിക്കുന്നത് പതിവാണ് ഇത്തരം കേസുകളിൽ. പക്ഷേ ഇത് അത്യപൂർവമായ ഒരു കേസായി പരിഗണിച്ച് തന്നെയാണ് 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തെളിവ് ശ്രമിച്ചതിന് 7 വർഷത്തെ തടവും കൂടി വിധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആജീവനാന്തം ജയിലിൽ കിടക്കാനുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2024 നവംബർ 21 തീയതിയാണ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് ഇത്തരത്തിൽ വെട്ടി കൊലപ്പെടുത്തുന്നത്. വിവാഹബന്ധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു ക്രൂരമായ കൃത്യം നടത്തിയത്. ഈ കൊലപാതകം നടക്കുന്നതിന്റെ മുന്നേ ദിവസമാണ് കോടതിയിൽ കൗൺസിലിംഗിന് ഹാജരാകുകയും രാജേഷിനൊപ്പം ജീവിക്കാനാവില്ല എന്ന് ദിവ്യശ്രീ അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ എല്ലാം വൈരാഗ്യത്തിലായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ക്രൂരമായ കൊലപാതകമായിരുന്നു. മുഖത്തും ശരീരമാസകലവും വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. അതിനു മുൻപ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു. ഈ കൊലപാതകം നടത്തിയ ശേഷവും പ്രതി സ്വന്തമായി വാഹനം ഓടിച്ചു പോയി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കണ്ണൂർ ടൗണിനോട് ചേർന്നുള്ള പുതിയ തെരുവിലെ ഒരു ബാറിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ഈ കൊലപാതകം നടത്തുന്നതിന്റെയും ഒപ്പം തന്നെ രക്ഷപ്പെടുന്നതിന്റെയും പ്രതിയെ പിടികൂടുന്നതുമെല്ലാമായ CCTV ദൃശ്യങ്ങളും ഒപ്പം കൊലക്ക് ഉപയോഗിച്ച ആയുധം പയ്യന്നൂരിലെ പെരുമ്പ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതായിരുന്നു. ആ കത്തി ഉൾപ്പെടെ കണ്ടെത്തി അങ്ങനെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഈ കേസ് കോടതിക്ക് മുന്നിൽ എത്തിയത്. അതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ ഇത്തരത്തിൽ 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശരി.